ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ പലതരത്തിൽ എല്ലാവരോടും മാറ്റി മാറ്റി പറയാണ് കേട്ടോ. അതായത് ഈ വന്നിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ മകനാണെങ്കിൽ കൂട്ടുകാരൻ്റെ പേരെന്താന്ന് പലതവണ ഗോമതി ചോദിക്കുമ്പോഴും പല പേരുകളാണല്ലോ ബാലൻ പറയുന്നത്. അതുപോലെ തന്നെ മീനാക്ഷിയും നമ്മുടെ ദേവിയും മിത്രയും ഒക്കെ മാറി മാറി ചോദിക്കുമ്പോഴും ഓരോരുത്തരത് ഓരോ പേര് പറയാം കേട്ടോ. അപ്പം തന്നെ ഗോമതിക്ക് അങ്ങ് ദേഷ്യം സഹിക്കാനാവുന്നില്ല. എന്നിട്ട് പറയാം, കണ്ടോ ബാലേട്ടൻ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കൂട്ടുകാരൻ്റെ പേര് പോലും തിരിച്ചറിയാനാവുന്നില്ല. അപ്പോൾ ഇതിലെന്താ കള്ളത്തരം ഉണ്ടെന്ന് അറിയത്തില്ലേ? ദേ ബാലേട്ടാ, ഞങ്ങളോടിങ്ങനെ കള്ളക്കളി കളിക്കരുത് കേട്ടോ, സത്യം പറഞ്ഞോ എന്ന് പറയുമ്പോൾ ബാലൻ മാറുന്നിട്ട് ആലോചിക്കാം. നീയൊക്കെ എല്ലാം കൂടെ എന്നെ കുറേ വട്ട് കളിപ്പിച്ചില്ലേ, ഇനി നീയൊക്കെ കുറേ വട്ട് കളി, അല്ലാതെ എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്നെ മണ്ടനാക്കാന്ന് നിങ്ങളാരും വിചാരിക്കണ്ട എന്ന് ബാലനും. അവസാനം അവരുടെ കൂട്ടത്തിൽ ആകാശം വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകാശ് പറയാം, ശരി എന്നാൽ പിന്നെ ഞാൻ പോയി ഒന്ന് നോക്കിയാലോ? നീ പോയി ഒന്ന് നോക്ക് ആകാശം എന്ന് പറയാം കേട്ടോ. മീനാക്ഷിയാണെങ്കിൽ ഒരു വിധത്തിൽ ആളെ കാണാനായിട്ട് ഇവരെ ആരെയും സമ്മതിക്കില്ല. എന്നിട്ട് മിത്രയോട് പറയുന്നുണ്ട്, മിത്രേ നീ ഒന്ന് കാര്യം ചെയ്യ്, അകത്തേക്ക് ചെല്ല്, അയാളെ പോയി കാണാം. അപ്പം നിനക്ക് മനസ്സിലാവും അതാരാ എന്താ എങ്ങനെയെന്നാ. സുഖമില്ലാത്ത ആളല്ലേ, അച്ഛൻ പറയുന്നല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നീ പോയി കാണുക എന്ന് പറയാം. ശരിയാ, അച്ഛൻ പറയണത് ശരിയാ എന്നും പറഞ്ഞ് മിത്ര പറയാം, ഞാൻ പോയി എന്തായാലും അയാളെ കണ്ടിട്ട് വരാമെന്ന് പോകുമ്പോൾ വീണ്ടും മീനാക്ഷി തടസ്സപ്പെടുത്താട്ടോ. മീനാക്ഷി ആണെങ്കിൽ അമ്മ ഇത്രേനെ ആകാശിനെ ഒന്നും കാണാനേ സമ്മതിക്കുന്നില്ല. ശരിക്കും അയാളെ കണ്ടത് ദേവി മാത്രമാണേ. അപ്പം ദേവിയും ഗോമതി. അപ്പോൾ മീനാക്ഷി ഉടനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടി മിത്രേ നീ ഇപ്പം പോയി കാണണ്ട, ഇനിയിപ്പോൾ അത് കണ്ടിട്ട് നീയുള്ള ടെൻഷൻ വരുത്തിയിരിക്കുന്നത് എന്തിനാ? അതിനേക്കാളും നാളെ ആര്യം വരുമല്ലോ, ആര്യം വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പുണ്ടാക്കാം, അതല്ലേ നല്ലത്. എന്നാൽ അങ്ങനെ ആവട്ടെ. അച്ഛനോട് ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കേണ്ടത്, ഒരു 5 മിനിറ്റ് അച്ഛൻ ഞങ്ങൾക്ക് കൂടെ ഒന്ന് സംസാരിക്കാവോ? പിന്നെന്താ മീനാക്ഷി, നിങ്ങളുടെ കൂടെ സംസാരിക്കാതെ ഞാൻ വേറെ ആരുടെ കൂടെ സംസാരിക്കാനായി എന്ന് ബാലൻ കേട്ടോ. അങ്ങനെ ഗോമതിയെ അവിടെ പിടിച്ചിരുത്താം. എന്നിട്ട് ബാലനോട് പറയാൻ വീണ്ടും ഗോമതി ചോദിക്കുകയാണ്, അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കൂട്ടുകാരൻ്റെ മോനാണെന്ന് പറയുന്നു, എന്നാൽ കൂട്ടുകാരി ആരാ എന്ന് ചോദിക്കാട്ടോ. അവസാനം ഗോമതി പറഞ്ഞു, കണ്ടോ നിങ്ങളുടെ അതേ മൂക്കും നിങ്ങളുടെ അതേ പുരുകമൊക്കെ ആ പയ്യനുള്ളത്, അപ്പോൾ എനിക്ക് നിങ്ങളെ നല്ല സംശയമുണ്ട്, പറയാൻ ആ കൂട്ടുകാരി ആരാന്ന്. അവസാനം ബാലൻ പറയാം, ഞാൻ ഇനി എന്തായാലും മറച്ചു വയ്ക്കുന്നില്ല, എന്തൊക്കെയായാലും ഇത്രയൊക്കെ ആയി, ഇനി ഞാൻ പറയാം. ആ കൂട്ടുകാരിയുടെ പേര് അംബുജാക്ഷി എന്നാ. അംബുജാക്ഷിയോ? അതെ എന്നും പറഞ്ഞ് ബാലൻ അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ, കണ്ടോ മീനാക്ഷി, കണ്ടോ ഇപ്പോൾ സത്യം വെളിയിൽ നിന്ന് വന്നാണ്ടോ. അല്ലെങ്കിലും പഴയ പേരുകളൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടം. അംബുജോ എന്ന് പറഞ്ഞാൽ എന്താ? താമര. അംബുജാക്ഷി എന്ന് പറഞ്ഞെന്താ? കണ്ണ്. താമര പോലുള്ള കണ്ണുള്ള ഏതോ ഒരു സ്ത്രീയാണ് ഇയാൾ സ്നേഹിച്ചിരുന്നതെന്ന് തോന്നുന്നു. അതിലുണ്ടായ കുട്ടിയാണ് ഈ മിഥുൻ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടോ നമ്മുടെ ഗോമതി. അത് കഴിയുമ്പോൾ മീനാക്ഷി പറഞ്ഞുകൊണ്ട്, ദേ അമ്മേ, അച്ഛൻ ആവശ്യമില്ലാതെ അങ്ങനെയൊന്നും സംശയിക്കരുത്, അച്ഛൻ ഡീസൻ്റായിട്ടുള്ള ഒരാളാണ്, അച്ഛൻ അങ്ങനെ പോകുന്ന ഒരാളുമല്ല. ദേ മീനാക്ഷി, നീ കൂടുതൽ ബാലേട്ടനെ സപ്പോർട്ട് ചെയ്ത് പറയണ്ട, എനിക്കറിയാവുന്നുള്ള പോലെ നിനക്കറിയത്തില്ലല്ലോ. എൻ്റെ പൊന്നമ്മേ, ഇങ്ങനെയൊന്നും സംശയിക്കാതെ അച്ഛനോട് ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ശരി, അച്ഛനൊന്നിങ്ങി വന്നേന്നും പറഞ്ഞ് ഇവർ അച്ഛനെ വിളിച്ചിട്ട് മാറ്റി നിർത്തി അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ അച്ഛനോട്, ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനാണോ ഇത്? അതെ, എൻ്റെ കൂട്ടുകാരൻ്റെ മോൻ തന്നെ. അപ്പോൾ ആ കൂട്ടുകാരൻ്റെ പേരെന്താ അച്ഛാ? ഉടനെ വേറൊരു പേരങ്ങ് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഈ അച്ഛൻ്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ എന്ന് പറയും. അങ്ങനെ ബാലൻ എല്ലാവരെയും വട്ട് കളിപ്പിച്ച് ഒരു പ്രാന്താക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടോ. അപ്പോൾ മിത്രയ്ക്കാണെങ്കിലും വലിയ ടെൻഷനായിപ്പോൾ, എന്തിനാ ഇങ്ങനെ ഒളിച്ച് കളിക്കും പോലെ കളിക്കണം. എന്തായാലും ഈ കാര്യം ആര്യനെ വിളിച്ച് പറയാം. ആര്യനാണെങ്കിൽ വണ്ടിക്ക് എന്തോ പണിയും തകരാറും ഒക്കെ ആയിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് മിത്രയുടെ കോള് വരുവാണ്. മിത്ര വിളിക്കുമ്പോൾ തന്നെ ദേഷ്യം പറഞ്ഞിട്ട് ആര്യനെ കുറേ സമയം കൊണ്ട് വിളിക്കുകയല്ലേ. അതല്ല ആര്യ, ബുദ്ധിമുട്ടായെങ്കിൽ സോറി, ഞാനിപ്പോൾ വിളിച്ച അങ്കിളിൻ്റെ കാര്യം പറയാനാ, ഇവിടെ ഒരുത്തനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ, ആ കാര്യം തന്നെയാണ്. ഓരോ സമയം അങ്കിൾ ഓരോ പേരാണ് പറയണത്. അയാളുടെ അച്ഛൻ്റെ പേര് എൻ്റെ കൂട്ടുകാരനെ മോനാണെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ്റെ പേര് പോലും ശരിക്കും അറിയുന്നില്ല. ഓരോരുത്തർ ചോദിക്കുമ്പോഴും ഓരോ പേരും എന്തോ തകരാറുള്ളത് പോലെ നമുക്ക് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, നീ ടെൻഷനാവാതെ, ഞാനെന്തായാലും നാളെ രാവിലെ അങ്ങോട്ട് വരും. എന്നാലും ശരി ആര്യാന്ന് പറയാം. അപ്പോൾ ആര്യൻ്റെ കൂടെ ഉള്ള പയ്യൻ ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ, നല്ല സ്നേഹമുള്ള അതുകൊണ്ടല്ലേ? സ്നേഹമൊക്കെ ഉണ്ടടാ, പക്ഷേ ഇപ്പോഴത്തെ വിളി അതുകൊണ്ടല്ല, വീട്ടിൽ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ്. അത് ശരി, പിന്നെ എന്താ ചേട്ടൻ ഇത്ര പ്രശ്നം? എന്താ പ്രശ്നം എന്നും പറഞ്ഞ് ഫോൺ എടുത്തിട്ട് മിഥുൻ്റെ ഫോട്ടോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ഇവൻ തന്നെയാണ് നമ്മളെ കുടുംബത്തിലെ പ്രശ്നമെന്ന് പറയാം. ഇവൻ നേരത്തെ എന്നോട് കാണിച്ചതാണല്ലോ ഇവൻ്റെ ഫോട്ടോയൊക്കെ, ഇവൻ്റെ കാര്യമൊന്നും സോൾവ് ആയില്ലേ ചേട്ടാ എന്ന് ചോദിക്കുക കേട്ടോ. എവിടെ സോൾവ് ആവാൻ? നീ ഒരു കാര്യം ചെയ്യും, പടിയിലൊക്കെ കയറ് എന്നും പറഞ്ഞ് അവരവരെ പണി അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ
മിത്രയോട് പതിയെ ബാലൻ വന്ന് പറയാണ്, മോളെ അതെ എനിക്കൊരു കാപ്പി ഇട്ടേരാവോ എന്ന് ചോദിക്കാം. ആ ഇട്ടേരാ ആങ്കിളെ. എന്താ ആങ്കിളിനിപ്പം? അത് എനിക്കല്ല, അവിടെ കിടക്കുന്നില്ലേ ആ പയ്യന് വേണ്ടിയിട്ടാ. നീ ഒരു കപ്പ് കാപ്പി ഇട്ടേരാവോ? ആ പിന്നെന്താ, ഞാൻ ഇട്ടുതരാം. ചെല്ല് മോള് പോയി എടുത്തിട്ടാ. സുഖമില്ലാതെ കിടക്കുന്ന പയ്യനല്ലേ നമ്മൾ ഇവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ആ ശരിയാ. അപ്പോൾ ഞാനൊരു കാര്യം അങ്കിളിനോട് ചോദിക്കട്ടെ അങ്കിളെ, എന്നോടെങ്കിലും ഒന്ന് സത്യം പറ. ഇത് ആരാ അങ്കിളുടെ കൂട്ടുകാരനാ, പേരെന്താന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഒരു മുസ്ലിം പേരങ്ങ് പറയാം കേട്ടോ ബാലൻ. എന്നിട്ട് ബാലൻ ഒരൊറ്റ പോക്ക് പോയിട്ട് ഒളിഞ്ഞു നിന്ന് മിത്രയെ നോക്കുകയാണ് കേട്ടോ. മിത്രയുടെ മുഖഭാവമൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഇത് മിത്രയാണെങ്കിൽ ചായ എടുക്കാൻ വേണ്ടി കോഫി തന്നെ ഇടാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോവാണ്. പോകുന്ന ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും മിത്ര ഇത് തന്നെ ആലോചിക്കുക എന്താണെന്ന് കാര്യം. അപ്പോൾ ഗോമതി അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനാ മോളെ ചായ ഇടണേ? അല്ല ഇത് അപ്പച്ചി കോഫിയാണ് അങ്കിളിന് വേണ്ടിയിട്ടാണ്. അത് നിനക്ക് വേണ്ടിയിട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. നിനക്ക് എന്താ വയ്യായിക വല്ലതും ഉണ്ടെന്ന് വിചാരിച്ചു? എനിക്കൊരു വയ്യായികയില്ല. ഇപ്പോൾ ദേ അങ്കിള് വന്ന് പറഞ്ഞിട്ട് പോയി കുറച്ച് കാപ്പി ഇട്ട് കൊടുക്കാവോന്ന്. കിടക്കുന്നില്ലേ പയ്യൻ, അയാൾക്ക് വേണ്ടിയിട്ടാണ്. അത് ശരി, അവന് വേണ്ടിയിട്ടാണോ? എന്നാൽ പിന്നെ ഇവിടെ കാപ്പിപ്പൊടിയും ഇല്ല പാലും ഇല്ല ഒന്നുമില്ല, അങ്ങോട്ട് മാറടി എന്നും പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ ഗ്യാസിനെ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. അയ്യോ അപ്പച്ചി എന്ത് പണിയായി കാണിച്ചത്? ഞാൻ അങ്കിളല്ലേ വന്ന് പറഞ്ഞത്, അപ്പം നമ്മളത് ചെയ്യാതിരിക്കാമോ? പിന്നെ ബാലേട്ടൻ പറഞ്ഞാൽ ചെയ്യാം, നമ്മൾ പറയണതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്തൊക്കെ തലയെ കൂടെ തീ കോരിയിട്ടിട്ട് ചോദിക്കുന്നതിന് മറുപടിയില്ല. ഇങ്ങനെ ഓരോന്നും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തുകൊണ്ടിരിക്കല്ലേ. വേണമെങ്കിൽ അങ്ങ് സ്വന്തമായിട്ട് ചെയ്യട്ടെ, നീ അങ്ങോട്ട് മാറിക്കേ, ഇതൊന്നും കൊടുക്കണ്ട. അവന് കാപ്പിയില്ല ഒരു കുന്തവും ഇല്ല. അയ്യോ അപ്പച്ചി അങ്ങനെ പറയല്ലേ, അങ്കിൾ എന്നെ ഏൽപ്പിച്ച ജോലിയാണ്. അപ്പം എന്ത് വിചാരിക്കും? ഞാൻ പറഞ്ഞിട്ട് അനുസരണക്കേട് കാണിച്ചു എന്നല്ലേ വിചാരിക്കുള്ളൂ. എന്തനുസരണക്കേട്? ഒരനുസരണക്കേടുമില്ല. നീ അങ്ങോട്ട് മാറിക്കേന്ന് പറയാട്ടോ. പക്ഷേ മിത്ര അത് സമ്മതിക്കുന്നില്ല. കാരണം മിത്രയോട് സ്നേഹത്തോടെ പറഞ്ഞൊരു കാര്യം മിത്ര അനുസരിച്ചില്ലെങ്കിൽ അത് മിത്രയ്ക്കല്ലേ മോശം. അവസാനം നമ്മുടെ ഗോമതി പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യ്, ഞാൻ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നും പറഞ്ഞ് അങ്ങോട്ട് ചായ ഇടാനായിട്ട് ഗോമതി കയറി അങ്ങ് നിൽക്കുകയാണ്. ഇതിനിടെ കൂടെ ബാലൻ്റെ കാര്യങ്ങളെല്ലാം രണ്ടുപേരും സംസാരിച്ച് നിൽക്കാനായിട്ട് എപ്പിസോഡ് തീർന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.